തൃശൂർ ചാലക്കുടി പുഴയിൽ മുതലകളും ചീങ്കണ്ണികളും വർദ്ധിക്കുന്നത് നാട്ടുകാർക്കും വിനോദസഞ്ചാരികൾക്കും ഭീഷണിയാകുന്നു. അതിരപ്പള്ളി വെള്ളച്ചാട്ടം മുതൽ വെറ്റിലപ്പാറ വരെയുള്ള പ്രദേശങ്ങളിലാണ് സ്ഥിരമായി ഇവ കാണപ്പെടുന്നത്. മനുഷ്യനും മൃഗങ്ങൾക്കും ഒരുപോലെ അപകടകാരികളാണെന്നും പ്രദേശത്തെത്തുന്നവർ ജാഗ്രത പാലിക്കണമെന്നും നാട്ടുകാർ പറയുന്നു. ചാലക്കുടി പുഴയുടെ ഓരങ്ങളിലും പാറക്കെട്ടുകളിലും സമീപത്തെ തുരുത്തുകളിലുമാണ് ചീങ്കണ്ണികളും മുതലകളും പതിയിരിക്കുന്നത്. 2018 പ്രളയം മുതൽ പുഴയിൽ കാണാൻ തുടങ്ങിയ ഇവ ഇന്ന് പെറ്റു പെരുകിയിട്ടുണ്ട്. മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒരുപോലെ ഭീഷണിയായ ഇവയുടെ എണ്ണം ഇത്ര കണ്ട് വർദ്ധിച്ചത് ഒരുപക്ഷെ അധികമാർക്കും ഇനിയും അറിയാൻ വഴിയില്ല. ചാലക്കുടി പുഴയിൽ നമ്മൾ മുതലകളെ കാണാൻ തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല. ഈ ചതുപ്പൻ മുതല എന്ന് പറയുന്ന ഒരു ഐറ്റമാണ് ഇവിടെ ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്നത്. അത് വല്ലപ്പോഴൊക്കെ നമുക്ക് അങ്ങനെ അപൂർവമായിട്ട് കണ്ടുകൊണ്ടിരുന്ന ചീങ്കണ്ണികളായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം മിക്കവാറും എല്ലാ സ്ഥലത്തും ഈ മുതലകളെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. സാധാരണ നമ്മൾ പറഞ്ഞു കേട്ടിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മുതലകൾ ഭയങ്കര അപകടകാരികളാണ്, മനുഷ്യരെയൊക്കെ ഉപദ്രവിക്കുന്ന ഒരു ജീവിയാണെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഇതുവരെ അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല. അതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആവശ്യത്തിന് മത്സ്യസമ്പത്തുള്ളതുകൊണ്ടാണ്. കണ്ണൻകുഴി, വെറ്റിലപ്പാറ, തുമ്പൂർമുഴി, പത്തേയാർ തുടങ്ങിയ സ്ഥലങ്ങളിലും പുഴയിൽ സ്ഥിരമായി ചീങ്കണ്ണികളുടെയും മുതലകളുടെയും സാന്നിധ്യമുണ്ട്. കൊന്നക്കുഴിയിലെ വിരിപ്പാറയിലും ഈയിടെ ചീങ്കണ്ണികൾ പ്രത്യക്ഷപ്പെട്ടു. ചാലക്കുടി പുഴയിലെ മുതലകളും ചീങ്കണ്ണികളും ഇതുവരെ മനുഷ്യരെ ആക്രമിച്ചതായി പ്രദേശവാസികൾക്ക് അറിവില്ല. പക്ഷേ ദിവസേന ആയിരക്കണക്കിന് ആളുകൾ എത്തുന്ന വിനോദസഞ്ചാര മേഖല കൂടിയായതിനാൽ വലിയ ജാഗ്രത തന്നെ വേണ്ടിവരുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇവിടെ ടൂറിസ്റ്റ് മേഖലയാണ്. ടൂറിസ്റ്റ് മേഖല എന്ന് പറഞ്ഞാൽ അതിരപ്പള്ളി, വാഴച്ചാല ആ ഭാഗത്തേക്ക് പോകുന്ന ആളുകൾ പലരും ഇവിടെ വന്ന് കുളിക്കാൻ സൗകര്യം നോക്കിയിട്ട് ഇറങ്ങി പോയി കുളിക്കുകയും തുരുത്തിലേക്കൊക്കെ ഇറങ്ങി പോവുകയൊക്കെ ചെയ്യാറുണ്ട്. അവർക്കൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. ഇത് ഇപ്പോൾ ഈ വന്യജീവികളുടെ കാര്യം പോലെ തന്നെ ഏത് സമയമാണ് ആക്രമിക്കുക എങ്ങനെയാണെന്നറിയില്ല. അപ്പോൾ ഏത് സമയത്തും അപകടം സംഭവിച്ചേക്കാം. സാധാരണയായി പുഴയിലെ ആഴങ്ങളിൽ കഴിയുന്ന മുതലകളും ചീങ്കണ്ണികളും വെയിൽ കൊള്ളുന്നതിനാണ് പാറപ്പുറത്തും പുഴയോരത്തും എത്തുന്നത്. ആളനക്കമില്ലാത്ത സ്ഥലങ്ങളിലെ മണൽപ്പരപ്പുകളിൽ മുട്ടയിട്ട ശേഷം വൈകിട്ടോടെ പുഴയുടെ ആഴങ്ങളിലേക്ക് മറയുകയാണ് ഇവയുടെ പതിവ്. ന്യൂസ് മലയാളം, തൃശൂർ.